വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ ചക്ക വേരിലും കായ്ക്കും. പലപ്പോഴും പറയുന്ന പ്രൈവറ്റ് ബസ്സുകാരൻ്റെ തലയ്ക്ക് ഓടിക്കോ പറയും. അതൊന്നും ആ മത്സരങ്ങളൊന്നും വേണ്ട. നമ്മൾ പോകേണ്ട റൂട്ട് കണ്ടുപിടിക്കാൻ. ഞാൻ എന്താ ഓഗസ്റ്റ് 1 അവിടെ വന്ന ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറഞ്ഞു, എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വണ്ടി തുടങ്ങിക്കോ, ലാഭത്തിലായിരിക്കണം. പക്ഷേ വണ്ടി പരീക്ഷണാർത്ഥം നിങ്ങൾ ഓടിച്ചു നോക്കുക, 2-3 ദിവസം ഓടുമ്പോൾ കുഴപ്പമാണെന്ന് നിർത്തിക്കോ. തിരുവനന്തപുരത്തേക്ക് എഴുതി കാത്തിരിക്കുകയാണ്. ഒരു വണ്ടി എഴുതിയിട്ടുണ്ട്, അവിടുന്ന് അനുവാദം വേണം. ഒരിക്കലും വരത്തില്ല. 2 പേപ്പറുകളാണ് KSR. വേറെ എന്തുകൊണ്ട് ചീഫ് ഓഫീസിലേക്ക് വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ സർവീസ് മാറ്റേഴ്സാണ്, മറ്റൊന്ന് വണ്ടി തുടങ്ങിക്കോട്ടെ എന്നുള്ളൊരു അപേക്ഷയാണ്. പ്രധാനപ്പെട്ട 2 ഡോക്യുമെന്റാണ് വരുന്നത്. സർവീസ് മാറ്റേഴ്സിലും ഒരു തീരുമാനമുണ്ട്. പെൻഷൻ പറ്റി 15 കൊല്ലം കഴിഞ്ഞാൽ ഒരു വിധത്തിലും ഇതിനകത്ത് പോകാൻ സമ്മതിക്കാത്തത്. അതാ അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരാണ് ചെയ്യുന്നത്. അപ്പം അത് മാറ്റി 5 ദിവസത്തിലൊരിക്കൽ അതിന് ഒരു ഫയൽ വെച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തിയെ ആ സീറ്റിൽ നിന്ന് മാറ്റും. കാരണം വിദ്യാഭ്യാസമുള്ളവരാണ്, വിവരമുള്ളവരാണ്, അക്ഷരജ്ഞാനമുണ്ട്. ഒരു ഫയൽ വന്നാൽ ആ കാര്യത്തിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്, വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് 5 ദിവസം കൂടുതൽ ആവശ്യമില്ല. ആ 5 ദിവസം കൂടെ വെച്ചുകൊണ്ടിരിക്കുന്ന അത് ദുരുദ്ദേശപരമാണ്. പെൻഷൻ പറ്റി അവൻ എങ്ങനെയെങ്കിലും പോട്ടെന്ന്. നിങ്ങളും പെൻഷൻ പറ്റും. ഇതിന് മുമ്പ് പെൻഷൻ പറ്റിയുണ്ട്, എങ്ങനെയെങ്കിലും പോട്ടെ, അവൻ ശമ്പളം വാങ്ങിയിൽ ഇരിക്കുന്ന ആ ചിന്ത ഇനി ഉണ്ടാവില്ല. കൃത്യമായി അത്തരം പേപ്പറുകൾ. അതുപോലെ ഇപ്പം ബസ്സിന് നിങ്ങൾ പെർമിഷൻ അയച്ചു. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് മാളിനകത്ത് ടോയ്ലറ്റിൽ വെള്ളമില്ല. കാരണം മോട്ടോർ ചീത്തയായി, ആരും വാങ്ങിക്കുന്നില്ല, ദുർഗന്ധം വമിച്ചു തുടങ്ങി. അപ്പൊ അവിടുത്തെ ഒരു പ്രാദേശിക ചാനലിലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സാറേ വലിയ പ്രശ്നമാണ്, അവിടെ വെള്ളമില്ല, സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അപ്പം തന്നെ DTO ഫോൺ ചെയ്തു. അന്നേരം അവധി ദിവസമാണ്. അപ്പോൾ DTO പറഞ്ഞു, സാറേ തിരുവനന്തപുരത്തേക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതി അവിടെ നിൽക്കട്ടെ, നിങ്ങൾ പൈസ എടുത്ത് ആ മോട്ടോർ വാങ്ങിച്ചു വയ്ക്കുക. ഈ നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. മോട്ടോർ വാങ്ങിച്ചു വെച്ചു, പ്രശ്നം പരിഹരിച്ചു. ഞാൻ പക്ഷേ ഈ ഫയൽ എവിടെ പോയി എന്ന് അന്വേഷിച്ചു. പക്ഷെ ഭാഗ്യത്തിന് 5 ദിവസം തികഞ്ഞില്ല. ഇവിടുന്ന് പോയ സാധനം ഞാൻ തപ്പുമ്പോഴേക്ക് 5 ദിവസം തികഞ്ഞിരുന്നെങ്കിൽ ഉടഞ്ഞേനെ. പക്ഷേ അവിടെ അങ്ങോട്ട് പ്രവേശിക്കാൻ തന്നെ, ചീഫ് ഓഫീസിലോട്ട് പ്രവേശിക്കാൻ തന്നെ പ്രയാസം. ഈ സാധനം അതിന് തന്നെ എടുക്കും ഒരു 10 ദിവസം. പ്രവേശിച്ചാൽ അവിടെ കിടക്കും. ഈ 5 ദിവസത്തിലൊരിക്കൽ 5 ദിവസം കൊണ്ട് വെച്ചിരുന്ന നടപടി വരുമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പരിശോധന ആരംഭിച്ചു. ഒരു കമ്പ്യൂട്ടറിൽ കയറി അങ്ങോട്ട് പരിശോധന തുടങ്ങിയപ്പം പെട്ടെന്ന് MD റൂമിലേക്ക് ഒരു ദിവസം വരുന്നത്, CMDക്ക് വരുന്നത് 100 ഫയലൊക്കെയാണ്. 100 ഫയൽ ഒരു ദിവസം ശരാശരി വരെയാണ്. കാരണം എല്ലാം ഇപ്പോൾ അവിടെ വെച്ചിരുന്ന ഈ 5 ദിവസത്തെ പിടി വന്നപ്പോൾ എല്ലാം കയറി പോകുന്നു. അതൊരു ഈ കഷ്ടപ്പെടാൻ ഒരു കൂട്ടരും ഇതുപോലുള്ള ഉപദ്രവം ചെയ്യാൻ വേറെ കൂട്ടരെന്നുള്ളൊരു വിഭാഗമൊന്നും പാടില്ല. നിങ്ങളെല്ലാവരും KSRTC ജീവനക്കാരാണ്. നിങ്ങൾക്ക് പറ്റുന്ന സഹായം എല്ലാം വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. അത് നിങ്ങൾ കൂടെ നിന്നാൽ നടക്കും. കാരണം KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ CMD ആണ് ഇപ്പോൾ ഇരിക്കുന്ന ആൾ. ഒരു ശല്യമില്ല. പുള്ളി പറയുന്ന ജോലി നമ്മൾ പറയുന്നതിന്റെ 10 ഇരട്ടി നന്നായി ചെയ്യും. രാത്രി 2:30 മണി വരെ പ്രമോദ് ശങ്കർ ജോലി ചെയ്യും. വേറെ ഒരു ഈഗോ പ്രശ്നങ്ങളുമില്ല. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. നമ്മുടെ ഇന്ന് പൈസ ഒന്നും എടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത്, ഡ്രൈവിംഗ് സ്കൂളിൽ ഇതുവരെ പഠിച്ച 132 കുട്ടികളാണ് പഠിപ്പിച്ചിട്ട്. 30 പേര് പുറത്തിറങ്ങി, 26 പേര് പുറത്തിറങ്ങി. ആ ഡ്രൈവിംഗ് സ്കൂള് ഇവിടെ ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുമല്ലോ പട്ടിണിയാണ്, ഗണേഷ് കുമാർ വയറ്റത്തടിച്ചു, വെറുതെ പറയുന്ന KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ ഇത്രയും മനോഹരമായി കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ട് പുതിയ കാറ്, പുതിയ ബൈക്കുകൾ, പുതിയ സ്കൂട്ടറുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് KSRTC പഠിപ്പിച്ചിറങ്ങിയ കുട്ടികൾ മാധ്യമപ്രവർത്തനം മുന്നോടി ധൈര്യമായി കാർ ഓടിച്ച് അവർ റോഡിലേക്ക് പോകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടാണ് നമ്മൾ. അവിടുത്തെ വരുമാനം ഞാനെന്ന് പറഞ്ഞുതരാം. 15.5 ലക്ഷം രൂപയാണ് ഇതുവരെ വരുമാനം. അതിലൊരു 11 ലക്ഷം രൂപ ചെലവായെന്ന് വെച്ചു. പെട്രോൾ, ഡീസൽ, ശമ്പളം. എന്നാലും 3-4 ലക്ഷം രൂപ ലാഭമുണ്ട്. അപ്പോൾ വയറ്റത്തടിച്ചതല്ലെന്ന് മനസ്സിലായാലും ഇവിടെ എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നതെന്ന് മനസ്സിലായിരുന്നു. നല്ല ലൈസൻസും കിട്ടി. പട്ടികജാതിവിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറവുണ്ട്, SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറവുണ്ട്, റേറ്റ് കുറവുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 റേറ്റില്ല. ഈ സ്ത്രീകൾ പഠിക്കാൻ പോയാൽ ഡ്രൈവിംഗ് സ്കൂളുകൾ കൂടുതൽ പൈസ വാങ്ങിക്കും. കാരണം അവർക്ക് എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെയാണ്. സ്ത്രീകൾ ഇത് പഠിക്കുന്ന എന്തോ ഒരു കുഴപ്പം പിടിച്ച കാര്യം, ബുദ്ധിമുട്ടുള്ള കാര്യം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മളെല്ലാം ഒരേ ഏറ്റവും കുറഞ്ഞ റേറ്റ് വെച്ചിട്ടാണ് KSRTC വെച്ചേക്കുന്നത്. ഏറ്റവും കുറഞ്ഞ റേറ്റാണ്. ആ റേറ്റ് വെച്ചിട്ടും നമുക്ക് 15.5 ലക്ഷം രൂപ ഇതുവരെ വരുമാനമുണ്ട്. എല്ലാ വരുമാനം. ഇപ്പൊ ഇന്നലെ ഞാൻ കോഴിക്കോട് ഒരു ലേഡീസിനും ഫാമിലിക്കും ഒരു വെയിറ്റിംഗ് ഷെഡ്, എന്റെ ഒരു പ്ലാനാണ്. ഞാൻ കണ്ണാടിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ തിരുവനന്തപുരത്ത് ചെയ്തു, കോഴിക്കോട് ചെയ്തു. കോഴിക്കോടത്തെ വരുമാനം കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരു കാര്യം ചെയ്തു. അവിടെ ഒരു സെക്യൂരിറ്റിക്കാരനെ നിർത്തി. അയാളെ ഈ ബാർകോഡിന്റെ പുറത്ത് ഒരു ബ്രൗൺ കടലാസം ഒട്ടിച്ചു. എന്നിട്ട് ഇയാളെ മേശയും കസേര എടുത്ത് AC റൂമിനകത്ത് ഇട്ടു. നമ്മുടെ ATM കൗണ്ടറിലൊക്കെ ചില ആൾക്കാർ രാത്രി കയറി അകത്തിരിക്കുമല്ലോ AC കിട്ടാൻ വേണ്ടി. ഇതെടുത്ത് അകത്തിട്ട് അകത്തങ്ങിരുന്നു. അപ്പൊ ആരും കയറണ്ട. ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ ഇയാൾ കസേരയിട്ട് അകത്തിരിപ്പുണ്ട്. വെളിയിൽ നിന്ന് ടിക്കറ്റ് കൊടുത്ത പൈസ കളക്ട് ചെയ്ത് അകത്തോട്ട് കയറ്റാൻ പറയുമ്പോൾ ഇതാണ് സ്ഥിതി. കോഴിക്കോട് ഒരു ബസ് ടെർമിനൽ, ഞാനിപ്പോൾ രാമേശ്വരോട് പറയുന്നത്, കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയി ഒരു ബസ് ടെർമിനൽ 73 കോടി അങ്ങോട്ട് ചെലവഴിച്ചുണ്ടാക്കിയതാണ്. ആരോ പറഞ്ഞു അതിന് ബലക്ഷയമുണ്ട്. ആരാ പറഞ്ഞു നടക്കു പറഞ്ഞില്ല, ആരോ പറഞ്ഞു. ഏതായാലും അതിനകത്ത് ഒരാളെ ഒന്ന് എടുത്തു. ഇതൊക്കെ എന്താണ് നടക്കുന്നത്? 40 കോടി രൂപ ഡെപ്പോസിറ്റ് തന്നുകൊണ്ട് ഒരു തല ഏറ്റെടുക്കുകയാണ് ഒരു കമ്പനി. ആദ്യം
അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്നല്ല, ഇത് കോടതിയിലും മറ്റുമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതായിട്ട് കാണാം ഈ ഫയൽ. ഒടുവിൽ ഈ 40 കോടിക്കാരനെ അങ്ങ് പുറത്താക്കി പൊയ്ക്കോന്ന് പറഞ്ഞ് പിടിവിട്ടു. അതേ കമ്പനിയുടെ പാർട്ണർ അടുത്ത ടെൻഡറിൽ പങ്കെടുക്കുന്നു, 17 കോടി രൂപയ്ക്ക് എടുക്കുന്നു. ഇത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും എന്താ സംഭവിച്ചത്. അതെനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല. 40 കോടി തന്നെ ഒരാൾ തരാൻ തയ്യാറാവുന്നു, അവനെ ഇട്ട് തട്ടി കോടതി കയറ്റി ഒരു വഴിയാക്കിയിട്ട് വീണ്ടും ടെൻഡർ ചെയ്യുന്നു. അപ്പൊ ദാ വരുന്നു അതിലെ ഒരു പാർട്ണർ, ആ കമ്പനിയിലെ ഒരു പാർട്ണർ 17 കോടി രൂപയ്ക്ക് ഇത് എടുക്കുന്നു. എന്താണ് അതിന്റെ വ്യത്യാസം? ഇത് ആർക്ക് കിട്ടേണ്ട പൈസയാണ്? സർക്കാരിന് കിട്ടേണ്ട കാശല്ലേ? ആ 40 കോടിക്കാരനെ കൊടുക്കാമായിരുന്നല്ലോ. ഞാനവിടെ പോയി കണ്ടു. ഞാൻ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. ഉടൻ തന്നെ നമ്മുടെ PWD മിനിസ്റ്റർ റിയാസിനോട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ കത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് PWDയിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിനെ ഒരു ടീം ഉണ്ടാക്കി, കേരളത്തിന്റെ ചീഫ് ടെക്നിക്കൽ എക്സാമിനറെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീം ഉണ്ടാക്കി, ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഈ കെട്ടിടം പരിശോധിക്കും. എന്താണ് കെട്ടിടത്തിന്റെ യഥാർത്ഥ കുഴപ്പം എന്ന് കണ്ടുപിടിക്കണം. പ്രകടമായി ഒന്നും കണ്ടില്ല, അത് വല്ലതും ഉണ്ടെന്ന് അവർ നോക്കിയാലും ഞാൻ എഞ്ചിനീയർ അല്ല, എനിക്കറിയത്തില്ല. പക്ഷേ കണ്ടപ്പോൾ ഇതൊരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു അത് എങ്ങനെയൊന്ന് തുറക്കണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം തന്നെ ചർച്ചകളിലൊക്കെ ഇരുന്നു. പക്ഷേ അതിനകത്തൊരു എഗ്രിമെന്റ് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കെട്ടിടത്തിന് തകരാറുണ്ടെങ്കിൽ വാടകയ്ക്ക് എടുത്ത ആൾ ചെയ്തുകൊടുന്ന് പറഞ്ഞിരുന്നു. അയാളിപ്പം നടക്കുന്ന സർക്കാരിനെ കൊണ്ട് ജയിക്കാണ്. ഇങ്ങനെ അതിൽ നമുക്കൊരു 15 ലക്ഷം രൂപ വെച്ച് ഒരു മാസം KSRTC കിട്ടേണ്ടതാണ്. ബാക്കി 40 ലക്ഷം രൂപ ഒരു മാസം തരേണ്ട വാടക. അതിൽ 15 KSRTCക്കാണ്, ബാക്കി KTDC പോകുള്ളൂ. തരുന്നില്ല. അയാൾ അവിടെ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്, അയാൾ അവിടെ കാർ പാർക്ക് കൊടുത്തിട്ടുണ്ട്, കടകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ അയാളുടെ ചോദിച്ചു ഈ പൈസക്ക് അതിന്റെ ഒരു ഓഹരി താന്ന് പറഞ്ഞു. പിന്നെ പുള്ളി കണ്ടില്ല, സ്ഥിരമായിട്ട് എന്നെ കാണാറുണ്ട്. ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു ഓഹരി തരണമെന്ന് പറഞ്ഞു. ഏതാ പിരിക്കുമല്ലേ അയാൾ, അത് KSRTCക്കാരണ്ടേ. പിന്നെ ആളിനെ കണ്ടിട്ടില്ല. അത്രേ ഉള്ളൂ വഴി. ഇതങ്ങ് പറഞ്ഞാൽ ഓടിക്കോളും. നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന KSRTCയുടെ മുതൽ നശിക്കുകയാണ്. ടോയ്ലറ്റുകൾ അല്പം പൈസ കുറഞ്ഞാലും ഞാൻ സുലഭന് കൊടുക്കാൻ തീരുമാനിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, വൃത്തിയായിട്ട് കിടക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. പല ഇന്ത്യയിലാണ്ട് 3.5 ലക്ഷം ടോയ്ലറ്റ് കണ്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൊട്ടാരക്കര കൊടുത്തു. ഇനിയിപ്പോൾ എറണാകുളത്ത് പണി നടക്കുന്നവർ ആലുവ കൊടുത്തു. എല്ലാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു. സുൽത്താൻ ബത്തേരി എല്ലാം നല്ല വൃത്തിയായിട്ട് 10 സ്ഥലങ്ങൾ അവർക്ക് കൊടുത്തു. ഈ യാത്രക്കാർക്ക് ആവശ്യമുള്ള കാര്യമുണ്ട്. ഒന്ന് ഭക്ഷണം, നല്ല ഭക്ഷണം കിട്ടണം, നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ യാത്രയിൽ, ഇത് രണ്ടും ഉറപ്പുവരുത്തണം. പിന്നെ വണ്ടിക്കകത്തുള്ള കംഫർട്ട്, ടൈമിന് വണ്ടി പോകണം, ടൈമിനെത്തണം. ആളുകളുടെ സമയത്തിന് വലിയ വിലയുണ്ട്. നമ്മൾ മനസ്സിലാവും, വന്ദേ ഭാരത് ട്രെയിൻ വന്നതിന് ശേഷം എല്ലാവരും അതിലാണ് പോകുന്നത്. എന്താ അത് പുള്ള, കാരണം വേഗത്തിലങ്ങ് എത്തും. കാരണം ആളുകൾക്ക് അതാണ് വേണ്ടത്. നമ്മളെ എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്രയും വേഗം എത്തിക്കാൻ തുടങ്ങണം. KSRTCയുടെ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ഒക്ടോബർ 10-ാം തീയതിയോടുകൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 10 വണ്ടികളാണ് ആദ്യം വരുന്നത്. ആ വണ്ടി ആവശ്യമില്ലാതെ ഒരു സ്ഥലത്ത് നിർത്തത്തില്ല. ആ വണ്ടി നേരെ വിടുകയാണ്. കോഴിക്കോട്ടേക്ക് 41 സീറ്റും കോഴിക്കോടേക്ക് ബുക്ക് ചെയ്താൽ ടോയ്ലറ്റിൽ പോകാനോ ആഹാരം കഴിക്കാനോ മാത്രം നിർത്തി കൊടുക്കും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. ബാക്കി നമ്മളെ സ്വന്തം കാറിൽ പോകുന്ന പോലെ കോഴിക്കോട് പോയി ഇറങ്ങാം. 9 വണ്ടിയെ ഓടിക്കുന്നുള്ളൂ. 10 വണ്ടിയിൽ ഒരെണ്ണം സ്പെയർ ഇടുകയാണ്. ക്യാൻസലേഷൻ ഒഴിവാക്കാനും മെയിൻ്റനൻസിനും അതുപോലെ ക്ലീനിങ്ങിനും വേണ്ടി ഒരു വണ്ടി സ്പെയർ ഇടുകയാണ്. 40 വണ്ടികൾ വാങ്ങുന്നുണ്ട്. അതുപോലെ ഈ ടേക്ക് ഓവർ ചെയ്ത സർവീസുകൾ, അതിന് ബദലായിട്ട് തല്ലിപ്പൊളി വണ്ടി ഓടിക്കുന്ന പകരം ചെറിയ നീളം കൂടിയ വണ്ടി വാങ്ങാൻ തീരുമാനിച്ചു ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അതും വന്നു കഴിഞ്ഞാൽ ഈ ടേക്ക് ഓവർ ചെയ്ത റൂട്ടിൽ ആരോടും എന്തോടും എന്നുള്ള പ്രശ്നം തീർന്നു. KSRTC വണ്ടി ഓടിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ നോക്കുന്ന ആശാന്മാരുണ്ട്. അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം വണ്ടികൾ വാങ്ങും. പിന്നെ ഈ മലയോര മേഖലകളെല്ലാം കവർ ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിൽ ഏതാണ്ട് 93 കോടി രൂപ വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെട്ടിക്കുറയ്ക്കുമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു. കിട്ടിയാൽ അത് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ബസ് വാങ്ങിക്കും. ആ ബസ് നമ്മളെ പഴയ ചെറിയ ബസ്സിനേക്കാൾ നീളം കൂടിയതാണ് ഇപ്പോഴത്തെ ബസ് എന്ന് പറയുന്നത്. അത് കൂടുതൽ ഫ്യൂൽ എഫിഷ്യന്റ് ആണ്. നമ്മളൊരു ട്രയൽ ഓടിച്ച് നോക്കി വണ്ടി. ആ ട്രയൽ ഓടിച്ച വണ്ടിയിൽ ഏതാണ്ട് 6 കിലോമീറ്റർ 7 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. എയർ കണ്ടീഷനുള്ള ഈ വണ്ടി ഇപ്പോൾ വാങ്ങിക്കുന്നല്ലോ, ആ വണ്ടിയുടെ മൈലേജ് 5 കിലോമീറ്ററൊക്കെയാണ്. 4.5 കിലോമീറ്റർ വിത്ത് AC. ഈ ട്രാഫിക്കൂടെ പന്ത്രണ്ടത്തെ ട്രാഫിക്കൂടെയൊക്കെയാണ് ഓടുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് ഓരോ പൈസയും നുള്ളിപ്പറക്കി എടുക്കണം. ഈ കടകൾ മുഴുവൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ 3 മാസത്തിനുള്ളിൽ ഈ കെട്ടിടങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന കടകൾ മുഴുവൻ കൊടുക്കാനാണ് തീരുമാനം. എല്ലാ ദിവസവും ഞാൻ വിളിക്കുന്നുണ്ട്, എന്തായി എന്ന് പറഞ്ഞു. എഗ്രിമെന്റിനെ പറ്റി പറഞ്ഞ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കണം. എഗ്രിമെന്റ് ഒരു എന്ന് പറഞ്ഞ കടക്കാൻ ഇപ്പൊ രാമേഷേട്ടന് ഒരു എഗ്രിമെന്റ്, എനിക്കൊരു എഗ്രിമെന്റ്. അപ്പൊ എന്റെ എഗ്രിമെന്റ് പറഞ്ഞിരിക്കുകയാണ്, എന്റെ കാലാവധി കഴിഞ്ഞാൽ എനിക്ക് 3 മാസം നോട്ടീസ് തരണം. അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും അങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ട്? എന്റെ കാലാവധി കഴിഞ്ഞു, മാർച്ച് 31-ാം തീയതി എന്റെ പീരീഡ് കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിസംബർ 31-ന് എന്റെ എഗ്രിമെന്റ് കഴിഞ്ഞു, പിന്നെ എനിക്ക് എന്തിനാ 3 മാസം നോട്ടീസ്? അതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഒരു കടയെടുക്കാൻ വരുന്നു, അവനോട് ചോദിക്കുന്ന നിജദ്രവ്യം എത്ര? 2 ലക്ഷം രൂപ. സാധാരണ ഇതിനകത്തൊരു കട നടത്താൻ വരുന്ന ഒരു സാധാരണക്കാരനോട്, ഒരു വ്യവസായം ഒരു കച്ചവടം നടത്തി വിജയിക്കാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനോടും അല്ലെങ്കിൽ ഒരു വനിതയോട് അവർ ചോദിക്കുന്ന എന്റെ പങ്കെടുക്കണമെങ്കിൽ ഒരാൾ 2 ലക്ഷം രൂപ കിട്ടണം. എന്തിനാ?
ടെൻഡറിൽ പങ്കെടുക്കട്ടെ, കൂടുതൽ ആളുകൾ ടെൻഡറിൽ പങ്കെടുത്താലേ എമൗണ്ട് കൊടുത്തുള്ളൂ. സമ്മതിക്കത്തില്ല. പുതിയ പരിപാടികളാണ്. അവിടെ ഒരു പാലക്കാട് ഒരു കടയിരിക്കുന്നത് നോക്കിയപ്പോൾ എഗ്രിമെന്റ് കഴിഞ്ഞ് പിന്നെയും ചോദിക്കാം അയാൾക്ക് കൊടുത്ത എഗ്രിമെന്റ് എഴുതി ഡിഫറന്റ് എഗ്രിമെന്റ്സ് ആണ് ഇതെല്ലാം. KSRTC ഒരൊറ്റ എഗ്രിമെന്റ് പോരെ, ഒറ്റ ടെൻഡർ പോരെ. പരസ്യം ഒരാളെടുത്തു, ആ പരസ്യം കൊടുക്കുന്ന 4.5 കോടി തരേണ്ടത് കഴിഞ്ഞ 4.5 വർഷമായിട്ട് നടത്തുകയാണ്. വെക്കണ്ട എന്താ ചെയ്തപ്പോൾ ആർക്കൊക്കെ പൈസ തിരിച്ചു കൊടുക്കണം? KSRTCയുടെ കൊറിയർ സർവീസ് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാന്ന് പറഞ്ഞ് 60 ലക്ഷം രൂപ അക്കൗണ്ട് കിട്ടുന്നുണ്ട്. 60 ലക്ഷം രൂപ ആ വ്യക്തി തിരിച്ചു കഴിയുമ്പോൾ കൊടുത്തു. ഇപ്പൊ കുറച്ച് തിരിച്ചു കൊടുക്കുകയാണ്. എന്തിന്? KSRTCയുടെ കൊറിയർ സർവീസ് പ്രൈവറ്റൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഇനി വീടുകളിൽ കൊണ്ടെത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകും. കാരണം വീട്ടിൽ ഇരുന്ന് വിളിച്ചാൽ ഊബർ വിളിക്കുന്നത് പോലെ നിയറസ്റ്റ് ആയിട്ടുള്ള കൊറിയർ ബോയ് വീട്ടിൽ വന്ന് കൊറിയർ എടുത്തുകൊണ്ട് പോവുകയും കൊറിയർ വീട്ടിലെത്തിക്കാൻ കൊടുക്കുന്ന സംവിധാനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതിനുള്ള നടപടികൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്.